യെസ്, ഇപ്പോൾ കോടതിയിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട വാർത്ത വന്നുകൊണ്ടിരിക്കുന്നു. ഈ കേസുമായി ഹിജാബ് കേസുമായി ബന്ധപ്പെട്ട് കേസിലെ തുടർ നടപടികൾ ഹൈക്കോടതി അവസാനിപ്പിച്ചിരിക്കുകയാണ്. സ്കൂളിൽ നിന്ന് മാറുന്നുവെന്ന വിദ്യാർത്ഥിയുടെ രക്ഷിതാവിന്റെ നിലപാട് കോടതി അംഗീകരിച്ചു എന്നുള്ള വാർത്തയാണ് ഏറ്റവും പുതുതായി വരുന്നത്. അഹമ്മദ് മുസ്തഫ ചേരുന്നു. മുസ്തഫ, എന്താണ് കോടതിയിൽ സംഭവിച്ചത്? നേരത്തെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് DDയുടെ ഒരു റിപ്പോർട്ട് നേരത്തെ ഈ സ്കൂൾ മാനേജ്മെന്റിന് നിർദ്ദേശം നൽകിക്കൊണ്ട് വന്നിരുന്നു. സ്കൂൾ മാനേജ്മെന്റ് അത് അംഗീകരിക്കാൻ കഴിയില്ല, റദ്ദാക്കണമെന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങളാണ് കോടതിയിൽ ഉന്നയിച്ചത്. അതായിരുന്നു ഈ ഹർജിയുടെ പ്രധാനപ്പെട്ട ആവശ്യം. ഇന്നിപ്പോ ഹർജി പരിഗണിച്ചപ്പോ വിദ്യാർത്ഥികളുടെ ഈ സ്കൂൾ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്ന് അധികമായി ഒരു അപേക്ഷ കൂടി കോടതിയുടെ പരിഗണനയ്ക്ക് വന്നിട്ടുണ്ട്. അതിൽ ഈ വിഷയം വഷളാക്കിയത് ഈ രക്ഷിതാവ്, ഒപ്പം തന്നെ ആ രക്ഷിതാവിന്റെ കൂടെ ചില സംഘടിത ശക്തികൾ, പ്രത്യേകിച്ച് SDPI ഉൾപ്പെടെയുള്ള സംഘടനകളുടെ പേര് അതിനകത്ത് രേഖാമൂലം തന്നെ പറയുന്നുണ്ട്. ആ SDPI ഉൾപ്പെടെയുള്ള സംഘടനകൾ ഇതിന് പിന്നിലുണ്ടായിരുന്നു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഒപ്പം തന്നെ ആ വിഷയവുമായി ബന്ധപ്പെട്ട് വിഷയം വഷളാക്കാൻ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസ് ശ്രമിക്കുകയും പ്രിൻസിപ്പലിനെ ഉൾപ്പെടെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. രക്ഷിതാവിന് രാഷ്ട്രീയക്കാരുടെ നിരവധി ഫോൺ കോൾ വന്നു, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പോലും ഫോൺ കോൾ വന്നു എന്നതുൾപ്പെടെയുള്ള കാര്യമാണ് ഇതിനകത്ത് പറയുന്നത്. ഒപ്പം തന്നെ വിദ്യാഭ്യാസ വകുപ്പ് സമാനമായി അവർ അസന്നിഗ്ധമായി തന്നെ കുട്ടിയെ ശിരോവസ്ത്രം ധരിപ്പിച്ചുകൊണ്ട് തന്നെ ക്ലാസ്സിൽ പ്രവേശിപ്പിക്കണമെന്ന ഒരു നിലപാട്, അത് CBSE സ്കൂൾ ആണെങ്കിൽ പോലും സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണങ്ങൾ, നിർദ്ദേശങ്ങളൊക്കെ അതത് സമയം പാലിച്ചു പോകാൻ സ്കൂൾ മാനേജ്മെന്റിന് ഉത്തരവാദിത്തമുണ്ട്, കടമയുണ്ട് എന്നൊരു കാര്യം ആവർത്തിച്ച് ഇന്ന് കോടതിയിൽ വ്യക്തമാക്കുകയും ചെയ്തു. കോടതിയിൽ നടന്നത്, ഇന്ന് കേസ് പരിഗണിക്കുമ്പോൾ അന്താരാഷ്ട്ര തലത്തിലൊക്കെ ഓസ്ട്രിയ ഉൾപ്പെടെയുള്ള, ഫ്രാൻസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ശിരോവസ്ത്രത്തിന് വിലക്കുണ്ട്. അതുകൊണ്ട് ആ സ്റ്റാൻഡേർഡിൽ മുന്നോട്ട് പോവുകയാണ് സ്കൂൾ എന്നാണ് ഈ സ്കൂൾ മാനേജ്മെന്റിന്റെ അഭിഭാഷക കോടതിയിൽ പറഞ്ഞത്. പക്ഷെ അതിന് മറുപടി എന്നോണം ഈ കുട്ടിയുടെ അഭിഭാഷകൻ കോടതിയിൽ ഉന്നയിച്ചത്, ലത്തീൻ കാത്തോലിക്ക മാനേജ്മെന്റ് രാജ്യത്ത് നിരവധിയായ സ്കൂളുകൾ നടത്തുന്നുണ്ട്. ആ സ്കൂളുകളിൽ ഒന്നുമില്ലാത്ത ഒരു പ്രശ്നമാണ് ഈ പള്ളുരുത്തി സ്കൂളിൽ മാത്രം കണ്ടുവരുന്നത്. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു സ്റ്റാൻഡേർഡിനെ പറ്റി ഞങ്ങൾക്കും സംശയമുണ്ട്. ഇതിന് പിന്നിൽ സ്കൂൾ മാനേജ്മെന്റ് ഇപ്പോൾ നൽകിയിരിക്കുന്ന ഈ അപേക്ഷയിൽ കുറെ കൂടി കാര്യങ്ങൾ വഷളാക്കുന്ന രൂപത്തിലാണ് പറയുന്നത്. പ്രശ്നം വഷളാക്കാനാണ് സ്കൂൾ മാനേജ്മെന്റ് ശ്രമിക്കുന്നത് എന്ന് പിതാവിന്റെ അഭിഭാഷകൻ അമീൻ ഹസൻ കോടതിയിൽ ഉന്നയിച്ചു. എന്തായാലും സമാധാനപരമായി അവസാനിപ്പിച്ചുകൂടെ എന്നാണ് മാനേജ്മെന്റിനോട് കോടതി ചോദിക്കുന്നത്. ആ ചോദ്യം പ്രസക്തമാണ്. ഈ വിഷയം രമ്യമായി പരിഹരിച്ചുകൂടെ എന്നാണ് കോടതി ചോദിക്കുന്നത്. എന്തായാലും കുട്ടിയുടെ പിതാവ് കോടതിയിൽ പറഞ്ഞൊരു കാര്യം, ഈ വിഷയം എസ്കലേറ്റ് ചെയ്യാൻ, ഈ വിഷയം കൂടുതൽ പ്രശ്നത്തിലേക്ക് കൊണ്ടുപോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഈ ശരി.